ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഖുർആനും ബൈബിളും എപ്സ്റ്റീൻ ഐലൻഡിൽ നടക്കുന്ന ഈ ഭീകരതയെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. പറഞ്ഞു വരുന്നത് ഇന്റർനെറ്റിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടെമ്പിളിനെ കുറിച്ചാണ്. അതായത് എപ്സ്റ്റീൻ ഐലൻഡിലെ ചെറിയ കുഞ്ഞുങ്ങളെ വരെ ബലി കഴിപ്പിക്കുന്ന ഒരു ടെമ്പിൾ. മതഗ്രന്ഥങ്ങളായിട്ടുള്ള ഖുർആനും ബൈബിളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ ഇത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഉദാഹരണം, ബൈബിളിൽ ഒരു കഥയുണ്ട്. മോസസ് അല്ലെങ്കിൽ മൂസ നബി സീനായി പർവ്വതത്തിലേക്ക് ദൈവ സന്ദേശം എത്തിക്കാൻ പോയ സമയത്ത് അന്നത്തെ ഇസ്രായേലി ജനത ഒരു ഒരു എൻറ്റിറ്റിയെ ആരാധിക്കുന്നുണ്ട്. അവർ ആ ഒരു എൻറ്റിറ്റിക്ക് വേണ്ടി അവരുടെ മക്കളെ വരെ ബലിയായി കഴിപ്പിക്കുന്ന ഒരു കഥ അതിൽ പറയുന്നുണ്ട്. ബാൽ എന്ന് പേരുന്നൊരു പാഗൻ ഗോഡിനെയാണ് അന്ന് അവർ ആരാധിച്ചത്. അതേ ഗോഡിനെ തന്നെയാണ് ഇന്ന് എപ്സ്റ്റീൻ ഐലൻഡിലും അവർ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആനും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഖുർആനിലെ സ്വഫാത്തിലെ ഒരു ആയത്തിൽ ഇല്യാസ് നബിയുടെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സമൂഹം ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ഈ ബാൽ എന്ന ദൈവത്തെ ആരാധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, അതദഊനൽ ബാലം വതദഊന അഹ്സനൽ ഖാലിഖീൻ. അതായത് ലോകത്തെ ഏറ്റവും നല്ലൊരു സൃഷ്ടാവായ ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ബാലിനെ ആരാധിക്കുകയാണോ എന്ന്.